Hi all, it's me Musina. Welcome back to my YouTube channel. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെയിറ്റ് ലോസിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെ വണ്ണം കൂട്ടാം എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. സോ നമ്മൾ ഇന്ന് വണ്ണം കൂട്ടുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ഷോർട്ട് കട്ടും ഇതിൽ പറയുന്നില്ല. വെയിറ്റ് ഗെയിനും അതുപോലെ തന്നെ വെയിറ്റ് ലോസും നമുക്ക് പോസിബിൾ ആണ്. ഇത് ആരോഗ്യപരമായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ വെയിറ്റ് ഗെയിന് ശ്രമിക്കുന്ന സമയത്ത് ഏതെല്ലാം ഫുഡ് ഏതെല്ലാം സമയത്ത് എങ്ങനെയൊക്കെ കഴിക്കണം എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. വണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ ഫിറ്റ്നസിന്റെയും ഫുഡിന്റെയും റോളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾക്കിടയിൽ പലർക്കുമുള്ള ഒരു തെറ്റായ ധാരണയാണ് ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ആവുന്നുള്ളത്. അതൊരിക്കലും ഒരു ഹെൽത്തി പ്ലാൻ അല്ല. പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ. നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് കലോറി അടങ്ങിയ ഭക്ഷണത്തിലേക്കാണ്. വണ്ണം കൂടുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം നമ്മൾ 500 മുതൽ 600 കലോറി വരെ അടങ്ങിയ ഭക്ഷണം കഴിച്ചിരിക്കണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രോട്ടീൻ റിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് എഗ്ഗ്, ചിക്കൻ, ഫിഷ് ഇതെല്ലാം ഉൾപ്പെടുത്താം. ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക, ഇതും വണ്ണം കൂട്ടാൻ അനുയോജ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ പലപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട് അവക്കാഡോ, ഡേറ്റ്സ്, ഒലീവ് ഓയിൽ തുടങ്ങിയവ. ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് വണ്ണം കൂട്ടാനുള്ള മറ്റൊരു കാരണമാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 8 ഗ്ലാസ് മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡയറ്റ് പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ രീതികളും സമയങ്ങളെയും കുറിച്ചാണ്. സോ ആദ്യം നമുക്ക് ഭക്ഷണക്രമങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഓരോ ദിവസത്തിലെയും ഓരോ സമയത്ത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണക്രമങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. പ്രഭാത ഭക്ഷണം 7 മണിയുടെയും 8 മണിയുടെയും ഉള്ളിലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. സാധാരണ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഷേക്ക് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഓട്സ്, അവക്കാഡോ, ഡേറ്റ്സ്, ബനാന, അല്ലെങ്കിൽ 2-3 ബോയിൽഡ് എഗ്ഗ്, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, ബനാന എല്ലാം അടങ്ങിയ ഷേക്ക് കഴിക്കുക. ഇതെല്ലാം നല്ലതാണ്. മിഡ് ലഞ്ച് മറ്റൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. ഈ സമയത്ത് നമ്മൾ ഒരു സ്മൂത്തി കഴിക്കാൻ ശ്രമിക്കുക. ഈ സ്മൂത്തിയിൽ വാൽനട്ട്, ആൽമണ്ട്, കാഷ്യൂ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ലഞ്ച് 1 മണിയുടെയും 2 മണിയുടെയും ഇടയിലാക്കാൻ ശ്രമിക്കുക. റൈസ് വിത്ത് പ്രോട്ടീൻ ആണ് ലഞ്ചിൽ ഉൾപ്പെടുത്തേണ്ടത്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എഗ്ഗ്, ചിക്കൻ, ഫിഷ് എല്ലാം ഉൾപ്പെടുത്താം. വിത്ത് സലാഡ്. റൈസിന്റെ കൂടെ ബോയിൽഡ് ബ്രൊക്കോളി നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ യോഗട്ട് മീൽസിന്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുക. ഈവനിങ് 4 മണിയുടെയും 5 മണിയുടെയും ഇടയിലായിട്ട് ഒരു എനർജി ഡ്രിങ്ക് മീൻസ് അവക്കാഡോ ജ്യൂസ് വിത്ത് സ്വീറ്റ് പൊട്ടറ്റോ, ഇവയെല്ലാം ബെസ്റ്റ് ഓപ്ഷനാണ്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഡിന്നർ 8 മണിക്ക് മുമ്പായിട്ട് തന്നെ കഴിച്ചിരിക്കുക. 7 to 8 ആണ് ഡിന്നർ സമയമായിട്ട് കണക്കാക്കുന്നത്. ഡൈജസ്റ്റിംഗ് പ്രോസസ്സിനുള്ള ഒരു സമയം കൊടുക്കുക എന്നുള്ളത് വണ്ണം കൂട്ടുന്നതിലൊരു മുഖ്യ ഘടകമാണ്. സോ അതുകൊണ്ടാണ് ഡിന്നർ നമ്മൾ 7 മണിക്കും 8 മണിക്കും ഇടയിലായിട്ട് കഴിക്കണമെന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡയറ്റ് പ്ലാൻ പോലെ തന്നെ മുഖ്യമാണ് ഫിറ്റ്നസിൽ വണ്ണം കൂട്ടുന്നതിനുള്ള പങ്ക്. വണ്ണം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിന് ഫിറ്റ്നസ് ഒരു അനിവാര്യ ഘടകമാണ്. ഫിറ്റ്നസിൽ ഏറ്റവും മുഖ്യ ഘടകം എന്ന് പറയുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. മസിൽ ഗ്രോത്തിനും വെയിറ്റ് ഗെയിനും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. വെയിറ്റ് ലിഫ്റ്റിംഗ്, സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ് ഇതെല്ലാം ഒരു മികച്ച എക്സസൈസ് രീതിയാണ്. ലോ ഇന്റൻസിറ്റി കാർഡിയോ ആണ് നമ്മൾ ഫിറ്റ്നസിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം. ആഫ്റ്റർ വർക്കൗട്ട് 7 to 8 അവർ നമ്മൾ ഉറക്കത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് മാറ്റിവെക്കണം. ഇനി വണ്ണം കൂട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. നമ്പർ 1, നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മൾ നിർബന്ധമായിട്ടും ജങ്ക് ഫുഡ് ഒഴിവാക്കുക. അമിതമായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്നത് നമുക്ക് ലോങ് ടൈം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. ബി കൺസിസ്റ്റന്റ്. ഭക്ഷണവും ഫിറ്റ്നസും അടുക്കും ചിട്ടയോട് കൂടിയിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. സ്റ്റേ ഹൈഡ്രേറ്റഡ്. വെള്ളം കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ ഡൈജസ്റ്റിംഗ് പ്രോസസ്സ് മാത്രമല്ല മെറ്റബോളിസം മെച്ചപ്പെടുത്തും. ആരോഗ്യപരമായിട്ട് എങ്ങനെ വണ്ണം കൂട്ടാം എന്ന കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ നിലവിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് അനുസരിച്ച് ഇപ്പോൾ ഏതെല്ലാം ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കൂട്ടാം, കുറക്കാം, ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി എന്നെ ബന്ധപ്പെടാം. വണ്ണം കൂട്ടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് എന്നിവരിലേക്കെല്ലാം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുമല്ലോ. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്.